അങ്ങനെ നമ്മൾ ഡെയർഡെവിൾ ബോൺ അഗെയിൻ സീസൺ 2 സീസൺ ഫിനാലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവസാന അധ്യായം തുടങ്ങുന്നത് മാറ്റ് മർഡോക്കിൻ്റെ ഒരു ഓർമ്മയിലൂടെയാണ്. മനോഹരമായ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ മാറ്റും കാരൻ പേജും ഡേറ്റിങ്ങിലായിരിക്കുന്ന ഒരു ഓർമ്മയിലൂടെ അവർ പഴയ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുകയും പരസ്പരം സ്നേഹം പങ്കിടുകയും ചെയ്യുന്ന ആ സമാധാനപരമായ അന്തരീക്ഷം പെട്ടെന്ന് ജഡ്ജിയുടെ ചുറ്റിക ശബ്ദം കൊണ്ട് മുറിയുമ്പോൾ ഇതെല്ലാം ഓർത്തുകൊണ്ടിരുന്ന കാരൻ ആ സ്വപ്നലോകത്ത് നിന്നും കോടതിയുടെ യാഥാർത്ഥ്യത്തിലേക്ക് ഞെട്ടി ഉണരുന്നു. കോടതി മുറിയിൽ എല്ലാവരും മാറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരൻ്റെ മുഖത്ത് വലിയ ആശങ്കയുണ്ട്. കാരണം കഴിഞ്ഞ രാത്രി കാർ പാർക്കിങ്ങിൽ വെച്ച് വെടിവെപ്പ് വരെ നടന്നതല്ലേ. മാറ്റ് ഇതേ സമയം അവിടെ വെച്ചുണ്ടായ പരുക്കുമായി ഫ്രാങ്കിൻ്റെ ഒളിസങ്കേതത്തിലും. തിരിച്ചെത്തിയിരിക്കുന്ന ജെസ്സിക ജോൺസ് മാറ്റിൻ്റെ കാലിലെ വെടിയേറ്റ മുറിവ് തുന്നിക്കെട്ടുകയാണ്. പോയി എന്ന് കരുതിയ ജെസ്സിക തിരിച്ചു വന്നതിൽ മാറ്റിന് അത്ഭുതമുണ്ട്. ഫിസ്ക് ഒരിക്കലും കാരനെ കൊല്ലില്ലെന്ന് മാറ്റ് ജെസ്സിക്കയോട് പറയുന്നു. ഡെയർഡെവിളിനെ തൻ്റെ കൺമുന്നിൽ കാണുന്നവരെ ഫിസ്ക കൊലപാതകത്തിന് മുതലെന്ന് മാറ്റ് ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം ഡെയർഡെവിളിനെ പൂർണ്ണമായും തകർക്കുക എന്നതാണ് ഫിസ്കിൻ്റെ പ്രധാന ലക്ഷ്യം. മേയറുടെ ഓഫീസിൽ ബക്ക് വന്ന് ബ്ലെയ്ക്കിൻ്റെ കാര്യം ഫിസ്കിനെ അറിയിക്കുന്നുണ്ട്. ബിബിയെ വിട്ടുകളഞ്ഞതിലും അവനെ കൊല്ലേണ്ടി വന്നതിലും അവസാനിക്കുന്ന ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ രണ്ടുപേരുടെയും മുഖത്ത് ചെറിയൊരു സങ്കടം നിഴലിക്കുന്നുണ്ട്. എങ്കിലും ഫിസ്ക് തൻ്റെ അധികാരം ആസ്വദിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് ആളുകൾ തന്നെ ഒരു നഗരം ഭരിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണെന്നും ആ ഉത്തരവാദിത്തത്തിന് മുന്നിൽ തൻ്റെ വ്യക്തിപരമായ ദുഃഖങ്ങൾ തടസ്സമാകില്ലെന്നും അയാൾ ബക്കിനോട് പറയുന്നു. മാറ്റ് മർഡോക്ക് ആക്രമണത്തെ അതിജീവിച്ചു എന്ന വാർത്ത ഫിസ്ക് ഇതിനോടൊപ്പം തന്നെ അറിഞ്ഞു കഴിഞ്ഞു. എങ്ങനെയെന്നാൽ ഇതിൻ്റെ കിങ് പിന്നിന് കോടതിയിൽ ഹാജരാകാൻ നോട്ടീസ് വന്നിരിക്കുകയാണ്. ബക്ക് അത് വേണമെന്ന് ചോദിക്കുന്നെങ്കിലും മേയർ തീരുമാനമെടുത്തുന്ന പോലെ നിൽക്കുന്നത് കണ്ട് അതിനുവേണ്ട അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ തുനിയുമ്പോൾ കോടതിയിൽ ഹെദർ തൻ്റെ സാക്ഷിമൊഴി നൽകുകയാണ്. അവൾ കാരനെ ഒരു സോഷ്യോപാത്ത്, മാനസിക രോഗിയെന്ന് മുദ്രകുത്തുന്ന പോലുള്ള മൊഴി നൽകുന്ന ആ ഒരു വേളയിലാണ് പെട്ടെന്ന് മാറ്റ് മർഡോക്ക് കോടതി മുറിയിലേക്ക് കടന്നു വരുന്നത്. കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതിൻ്റെ ആ ഒരു പതർച്ച ഹെദറിൽ കാണാം. കാലിന് വെടിയേറ്റൻ്റെ ആഘാതത്തിൽ മുടന്തി വരുന്ന മർഡോക്ക് ആദ്യം തന്നെ ഈ കാരനെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റിന് ഒബ്ജക്ഷൻ പറയുകയാണ്. ജഡ്ജി അത് അംഗീകരിക്കുകയും ചെയ്തു. നേരെ സീറ്റിലേക്ക് വന്നിരുന്ന് മക്ഡഫിയോടും കാരനോടും തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും കാലിനൊരു കൊച്ചു വെടിയേറ്റതേ ഉള്ളൂ എന്നവൻ രഹസ്യമായി പറയുമ്പോൾ അവിടെ ഹോഗ്ബർഗ് തറക്കുകയാണ്. അയാൾ ഹെദറിനോട് അവളുടെ മെൻ ഇൻ മാസ്ക്സ് എന്ന പുസ്തകത്തിലെ ഒരു ഭാഗം വായിക്കാൻ ആവശ്യപ്പെട്ടു. മുഖംമൂടി ധരിക്കുന്ന പോരാളികളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ് അവൾ എഴുതിയിരിക്കുന്നത്. ഒരു വിജിലാൻറ്റി അണിയുന്ന മുഖംമൂടിയല്ല അവളുടെ മറയെന്നും മറിച്ച് അവർ പുറം ലോകത്ത് കാണിക്കുന്ന മുഖമാണ് അവളുടെ യഥാർത്ഥ മുഖംമൂടി എന്നുമാണ് അവളുടെ പുസ്തകത്തിലെ കാതൽ. അത് ശരി തന്നെയാണെന്ന തരത്തിൽ അവിടെ ഹോഗ്ബർഗ് നിർത്തുമ്പോൾ അടുത്തത് മക്ഡഫിയുടെ ഊഴമാണ്. തലേരാത്രി കാരനെ മർദ്ദിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഹെദർ അത് നിഷേധിച്ചു. ഹോഗ്ബർഗിൻ്റെ ഇത് കേട്ടുള്ള ഒബ്ജക്ഷൻ കോടതിയും സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ട് മക്ഡഫി തിരിയുന്നതും അവിടെ ഹെദറിനോട് മർഡക്കിൻ്റെ ഒരു ചോദ്യം. ഒരു വിജിലാൻറ്റിക്ക് ശരിക്കും ഒരു മുഖംമൂടിയുടെ ആവശ്യമുണ്ടോ? എങ്കിൽ കാരൻ മുഖംമൂടി ധരിക്കാത്ത സ്ഥിതിക്ക് അവളെങ്ങനെ ഒരു വിജിലാൻറ്റി ക്രിമിനൽ എന്ന് വിളിക്കാൻ കഴിയും? ഇതിനുള്ള ഹെദറിൻ്റെ മറുപടി രൂക്ഷമാണ്. മുഖംമൂടി ധരിച്ച് ഡേർഡെവിളിൻ്റെ പിന്നിൽ ഒളിഞ്ഞു നിൽക്കുന്ന കാരൻ ക്രിമിനൽ തന്നെയാണെന്ന് പറയുമ്പോൾ അവൾ പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടി മർഡോക്കിൽ നിന്നും. പിന്നിൽ ഒളിച്ചിരിക്കുക എന്നത് ഹെദർ ഇപ്പോൾ ഫിസ്കിൻ്റെ അധികാരത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന പോലെയല്ലേ എന്നും. കോടതിക്ക് പുറത്ത് സ്ഥിതിഗതികൾ ശാന്തമല്ലായിരുന്നു. മേയറുടെ നേരിട്ടുള്ള ഉത്തരവ് പ്രകാരം AVTF ഉദ്യോഗസ്ഥർ തമ്പടിച്ചിരിക്കുന്നു. കോടതിക്ക് എതിർവശത്തുള്ള ഒരു കെട്ടിടത്തിൽ ബുൾസൈഡ് വേഷം ധരിച്ച ഒരു AVTF ഓഫീസർ തൻ്റെ സ്നൈപ്പർ റൈഫിൾ റെഡിയാക്കി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയുടെ കവാടത്തിലൂടെ പുറത്തുവരുന്ന ആരെയും വെടിവെച്ചിടാൻ ഭാഗത്തിലാണ് അവൻ്റെ ലക്ഷ്യം. മർഡോക്കിനെ കൊല്ലുകയാണ് പ്രധാന മിഷൻ. കോടതിയിൽ വലിയൊരു നിശബ്ദത പടരുന്നു. കാരണം മാറ്റ് മർഡോക്ക് അടുത്തതായി കോടതിയിലേക്ക് ആവശ്യപ്പെടുന്നത് സാക്ഷാൽ വിൽസൺ ഫിസ്കിനെയാണ്. തൻ്റെ ഏറ്റവും വെളുത്തായ സ്യൂട്ടും ധരിച്ച് അധികാര ഗർവോടെ ഫിസ്ക് സാക്ഷിക്കൂട്ടിലേക്ക് കയറി. അയാളെ സംരക്ഷിക്കാൻ AVTF ഉദ്യോഗസ്ഥർ കോടതി മുറിയിൽ നിറഞ്ഞു നിന്നു. ഫിസ്ക് തൻ്റെ കുട്ടിക്കാലത്തെ ഒരു കഥ വിവരിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. നിയമത്തിന് മുകളിൽ ആരും നിൽക്കില്ലെന്ന് അയാളുടെ കുട്ടിക്കാലം പഠിപ്പിച്ച പാഠമാണെന്ന് പറയുമ്പോൾ കാരൻ ഉൾപ്പെടെയുള്ളവർക്ക് അതൊരു പുച്ഛമാണ്. കാരണം ഇപ്പോൾ കോടതി അവരെ തൻ്റെ അധീനതയിലാക്കാൻ ശ്രമിക്കുന്ന ആളല്ലേ ഈ മേയർ. വൈകാതെ മർഡോക്കും ഫിസ്കും തമ്മിൽ വാക്കേറ്റം ആരംഭിക്കുമ്പോൾ ഇന്നേരം കെട്ടിടത്തിൽ നിന്ന് ആ ഡ്യൂപ്ലിക്കേറ്റ് ബുൾസൈക്ക് അടുത്തേക്ക് ഒറിജിനൽ വൺ എത്തുകയാണ്. അവൻ ആ പഴയ ടെറർ മോഡിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ബുൾസൈയുടെ വേഷം കിട്ടി സ്നൈപ്പറുമായി നിന്ന വ്യാജ ഓഫീസറെ ഒരു കത്തി തലക്കെറിഞ്ഞാൻ കൊന്നിട്ട് ആ സ്നൈപ്പർ റൈഫിൾ സ്വന്തമാക്കുന്നു. കോടതിക്കുള്ളിൽ മാറ്റ് ഫിസ്കിനോട് സേഫർ സ്ട്രീറ്റ്സ് ആക്ടിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഫിസ്ക് വിജിലാൻറ്റികൾക്കെതിരെ ഈ ഒരു നിയമത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ മാറ്റിന് അറിയേണ്ടത് ഈ നിയമം വന്നതുകൊണ്ട് തെരുവുകൾ ശരിക്കും സുരക്ഷിതമായോ എന്നാണ്. മേയർ കുറേ സ്ഥിതിവിവര കണക്കുകൾ നിരത്തിയെങ്കിലും നിരപരാധികളെ തടങ്കലിൽ വെക്കുന്നതിനെക്കുറിച്ച് മാറ്റ് ചോദിച്ചപ്പോൾ ഹോഗ്ബർഗ് അതിന് തടസ്സവാദം ഉന്നയിച്ചു. ഒബ്ജക്ഷൻ. ജഡ്ജി മാറ്റിനെ അത് ചോദിക്കാൻ അനുവദിച്ചതുമില്ല. തുടർന്ന് മാറ്റ് ബുൾസയെക്കുറിച്ച് ചോദിച്ചു. ഫിസ്ക് വണ്ടവനെ ജോലി ഏൽപ്പിച്ച കാര്യം സൂചിപ്പിച്ചപ്പോൾ അയാൾ ഗൗരവത്തിൽ തന്നെ നിന്നു. മാറ്റ് രണ്ടും കൽപ്പിച്ചായിരുന്നു. നോർത്തേൺ സ്റ്റാർ എന്ന കപ്പലിൽ നിയമവിരുദ്ധമായ ആയുധങ്ങൾ കടത്തിയതെക്കുറിച്ച് പറഞ്ഞതും വീണ്ടും ജഡ്ജി അത് തടഞ്ഞു. ഡെയർഡെവിൾ തന്നെയാണോ നോർത്തേൺ സ്റ്റാർ മുക്കിയെന്ന് മാറ്റ് ചോദിച്ചപ്പോൾ തനിക്ക് അതിന് തെളിവുണ്ടെന്നായിരുന്നു ഫിസ്കിൻ്റെ മറുപടി. എന്നാൽ ഫിസ്കിന് ശമ്പളം പറ്റുന്ന പവലിൻ്റെ സാക്ഷ്യം മാത്രമാണ് അതെന്ന് മാറ്റ് വാദിച്ചപ്പോൾ അതൊരു പോയിൻ്റാണ്. ഹോഗ്ബർഗ് ഇതിനെ ഒബ്ജക്റ്റ് ചെയ്യുന്നതും അത്രയും നേരം അനുകൂലിച്ചിരുന്ന ജഡ്ജി ഇവിടെ തിരിയുകയാണ്. ഒബ്ജക്ഷൻ ഓവർ റൂൾഡെന്ന് തുടരാൻ അനുവദിക്കുന്നതും
മർഡോക്ക് ഒരു നിർണായക തെളിവ് ഹാജരാക്കി. ക്രിസ്റ്റോഫിയുടെ വീഡിയോ മൊഴി. മുമ്പ് മക്ഡഫിയുമൊത്തുള്ള ഇൻ്റർവ്യൂ വിഷ്വൽസ് അടങ്ങുന്ന തെളിവുണ്ടെന്ന് അറിയിക്കുന്നതിന് പിന്നാലെ ഹോഗ്ബർഗ് നിരന്തരം ഒബ്ജക്റ്റ് ചെയ്യുന്നതും ജഡ്ജിമാർ ഉടൻ തന്നെ വക്കീലന്മാരെ തങ്ങളുടെ ചേംബറിലേക്ക് വിളിപ്പിക്കുന്നു. ചേംബറിൽ വെച്ച് മാറ്റി വാദിച്ചു. ക്രിസ്റ്റോഫി അപ്രത്യക്ഷനാകുന്നതിന് മുമ്പ് കിർസ്റ്റൻ നിയമപരമായി രേഖപ്പെടുത്തിയ മൊഴി ആയതുകൊണ്ട് അത് കോടതിയിൽ കാണിക്കാനുള്ള അധികാരമുണ്ടെന്ന് മർഡോക്ക് ചേംബറിൽ വാദിച്ചു നിൽക്കുകയാണ് സാക്ഷിക്കൂടിലിരിക്കുന്ന ഫിസ്കിൻ്റെ ഒരു സംസാരം. അയാൾക്കറിയാം മർഡോക്ക് അവൻ്റെ എൻഹാൻസ്ഡ് സെൻസസ് വെച്ച് ഇത് കേൾക്കുമെന്ന്. നീ ഇനി ഇത് തുടർന്നാൽ നിന്റെ ജീവിതം നശിപ്പിക്കുമെന്നുള്ള ആ ഒരു ഭീഷണിപ്പെടുത്തലിൽ എന്നാൽ മർഡോക്ക് ഉണ്ടോ കുലുങ്ങുന്നു. എങ്കിൽ താനും അതിന് തയ്യാറാണെന്ന് സ്വയം പറയുന്നു. ഒടുവിൽ ജഡ്ജി ആ വീഡിയോ പ്ലേ ചെയ്യാൻ അനുവാദം നൽകി. വീഡിയോ തുടങ്ങിയപ്പോൾ സത്യം പുറത്തു വന്നു. നോർത്തേൺ സ്റ്റാറിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഫിസ്കിൻ്റെ ഉത്തരവ് പ്രകാരം കപ്പലിലെ ക്യാപ്റ്റൻ തന്നെയാണ് അത് മുക്കിയതെന്നും ക്രിസ്റ്റോഫി വെളിപ്പെടുത്തി. ഡെയർഡെവിൾ നിരപരാധിയാണെന്ന് അതോടെ തെളിഞ്ഞു. മേയർ വിൽസൺ ഫിസ്കും ഗുണ്ടാ തലവൻ കിങ് പിന്നും ഒരാൾ തന്നെയാണെന്ന് ആ വീഡിയോയിലൂടെ ലോകം അറിഞ്ഞു. കോടതി മുറിയിൽ വലിയ ബഹളമായി. ജഡ്ജിക്ക് സമാനം പുനഃസ്ഥാപിക്കാൻ നന്നേ കഷ്ടപ്പെടേണ്ടി വന്നു. ആരോ ഒരാൾ പറയുന്ന വീഡിയോ ദൃശ്യം നിലവിൽ കോടതിയിൽ പോലും ഇല്ലാത്ത ആളുടെ ജെനുവിനിറ്റിയെക്കുറിച്ച് പറഞ്ഞ് ഹോഗ്ബർഗ് ഡിഫെൻഡ് ചെയ്യുമ്പോഴാണ് മാറ്റിൻ്റെ ഏറ്റവും വലിയ തന്ത്രം. അവൻ വീണ്ടും ഫിസ്കിനെ ചോദ്യം ചെയ്യുകയാണ്. ആ കപ്പലിൽ അന്നുണ്ടെന്ന് തെളിഞ്ഞിട്ടുള്ള ഒരാൾ ഇപ്പോൾ കോടതിയിൽ ഉണ്ടെന്നും നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ കേരൻ ഞെട്ടുകയാണ്. കാരണം ഡെയർഡെവിളിനെ കുറിച്ച് തന്നെയാണ് ആ പറയുന്നത്. ഡെയർഡെവിളിനെ നമുക്കിവിടെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് മാറ്റ് പരിഹസിച്ചു. ജനങ്ങൾ ഈ ഡെയർഡെവിളിനെ ഒരു ഹീറോയെ കണ്ടാൽ എന്ത് സംഭവിക്കുമെന്ന് മാറ്റ് ചോദിച്ചപ്പോൾ ഫിസ്ക് അത് പുച്ഛിച്ചു തള്ളി. അപ്പോഴാണ് മാറ്റിൻ്റെ ഒരു മാസ് പഞ്ച്. മേയറായ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വെടിയുണ്ട ഏറ്റുവാങ്ങി, അതെന്നെ ഒരു ഹീറോ ആക്കുന്നുണ്ടോ? ഉത്തരമെല്ലാം നിൽക്കെ ഈ ഒരു സമയം ജെസ്സിക്ക ജോൺസും ഗവർണർ മക്കഫയും കോടതിയിലേക്ക് നടന്നു കയറുകയാണ്. ഇനി കിങ്പിൻ്റെ ഓരോ ഉത്തരം പറച്ചിലും അയാളുടെ അഴിമതിയെക്കുറിച്ച് അറിയുന്ന ഗവർണറുടെ മുന്നിലാണെന്ന് ഓർക്കണം. മാറ്റ് ഫിസ്കിനോടുള്ള തൻ്റെ പോരാട്ടം കടുപ്പിച്ചു. ഫിസ്കിന് ഡെയർഡെവിളിനോടുള്ള ഭ്രാന്തമായ പകയും മിലിറ്ററി ആയുധങ്ങൾ കടത്താൻ ശ്രമിച്ചതേക്കുറിച്ചും അവൻ തുറന്നടിച്ചു. ഹോഗ്ബർഗ് ഫിസ്കിനോട് ഇതിനൊന്നും മറുപടി പറയരുത് എന്ന് പറഞ്ഞെങ്കിലും മാറ്റ് നിർബന്ധിച്ചു. ഫിസ്ക് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചിട്ട് പറഞ്ഞു, എൻ്റെ തുറമുഖത്തിലൂടെ എന്തു വരുന്നുവെന്ന് ആരും അറിയേണ്ടതില്ല. ഞാൻ ഈ നഗരം ഭരിക്കുന്നു, അത് അഭിവൃദ്ധി പ്രാപിക്കുന്നു. ഇതോടെ അവിടെ ഡെയർഡെവിൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു മുഹൂർത്തം ഉണ്ടാവുകയാണ്. കപ്പലിലെ ഏക സാക്ഷി തനിക്കും ഫിസ്കിനും അറിയാവുന്ന ഡെയർഡെവിൾ തന്നെയാണ് യഥാർത്ഥ ക്രിമിനൽ ആരാണെന്നറിയുന്ന ഒരേ ഒരു വ്യക്തിയെന്നും മാറ്റ് പ്രഖ്യാപിച്ചു. ഇത് കേട്ട് ഫിസ്ക് അവനെ വിഡ്ഢി എന്ന് വിളിച്ചപ്പോൾ ഒടുവിൽ മാറ്റ് തിരിഞ്ഞു നിന്നുകൊണ്ട് അവിടെ നിന്നിരിക്കുന്ന എല്ലാവരോടുമായി പറയുന്നു, ഞാനാണ് ഡെയർഡെവിൾ. കോടതി ഒന്നടങ്കം സ്തംഭിച്ചു. ഹോഗ്ബർഗ് ഇത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അന്ധനായ മാറ്റ് എങ്ങനെ ഒരു വിജിലാൻഡി ആകുമെന്ന് അയാൾ വാദിച്ചു. ഉടൻ മാറ്റ് തൻ്റെ വടി വായുവിലേക്ക് എറിഞ്ഞ് വളരെ വേഗത്തിൽ അത് പിടിച്ചു കാണിച്ച് തൻ്റെ അസാമാന്യ കഴിവ് തെളിയിച്ചു. രഹസ്യം പരസ്യമായി കഴിഞ്ഞു. മാറ്റ് പിന്നീട് ഫിസ്കിനെതിരെ ആഞ്ഞടിച്ചു. ഫിസ്ക് ആയുധങ്ങൾ കൈക്കലാക്കിയതും AVTFനെ സായുധരാക്കിയതും അവൻ വിവരിച്ചു. ഫിസ്കിൻ്റെ ഓരോ നീക്കവും ക്രിമിനൽ കുറ്റമാണെന്ന് അവൻ വാദിച്ചു. ഈ കോടതിക്ക് നീതി നടപ്പിലാക്കാൻ പോലും അധികാരമില്ലാത്ത അവസ്ഥയാണ് എന്ന് മാറ്റ് ഗർജിച്ചു. ജനങ്ങൾ ആവേശത്തോടെ കൈയടിച്ചു. ജഡ്ജി മാറ്റിൻ്റെ വാദങ്ങൾ അംഗീകരിക്കുകയും കാരൻ പേജിനെതിരെയുള്ള എല്ലാ കേസുകളും ഉടൻ തന്നെ തള്ളിക്കളയുകയും ചെയ്തു. ഡിസ്മിസ്ഡ് വിത്ത് പ്രെജുഡീസ്. കാരൻ സ്വതന്ത്രയാക്കപ്പെട്ടു. അവളുടെ സന്തോഷവും ടെൻഷനും അവിടെ തെളിഞ്ഞു കാണാമായിരുന്നു. പുറത്തേക്കിറങ്ങവേ ഗവർണർ ഫിസ്കിൻ്റെ അടുത്തേക്ക് വന്ന് അയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ വിവരിച്ചു. അഴിമതി, കള്ളക്കടത്ത്, വധശ്രമം. ഫിസ്കിൻ്റെ എല്ലാ സ്വത്തുക്കളും കണ്ടുകെട്ടിയിരിക്കുകയാണെന്ന് അറിയിച്ചു. അയാൾ രാജിവെക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ എന്നാൽ വിൽസൺ വിസമ്മതിച്ച് നടക്കവേ മർഡോക്കുമായി കോടതി വരാന്തയിൽ വെച്ച് ഒരു വാഗ്വാദം തന്നെ ഉണ്ടാവുന്നു. ഇതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോണില്ലെന്ന് നിൽക്കുന്ന ഫിസ്കും എല്ലാം അവസാനിച്ച് നിൽക്കുന്ന മർഡോക്കും. കോടതിക്ക് പുറത്തെ ബിൽഡിങ്ങിലായി ബുൾസൈ സ്നൈപ്പറുമായി കാത്തു നിൽക്കുകയായിരുന്നില്ലേ? ഓഫീസർ പവൽ തൻ്റെ കക്ഷിയാണെന്ന് കരുതി മാറ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണെന്നും വെടിവയ്ക്കാനും അറിയിച്ചപ്പോൾ അത് യഥാർത്ഥ ബുൾസൈയാണെന്ന് മനസ്സിലായി. ഈ സംഭാഷണം തൻ്റെ സെൻസസിലൂടെ കേട്ട മാറ്റ് ഉടൻ തന്നെ ആളുകളെ തടയാൻ ശ്രമിച്ചെങ്കിലും വൈകിപ്പോയി. ബുൾസൈ ഫിസ്കിനെ ലക്ഷ്യം വെച്ച് വെടിയുതിർത്തു. എന്നാൽ മർഡോക്കിനടുത്തേക്ക് വന്ന ബക്കിന് ആ വെടിയുണ്ടേറ്റ് മാരകമായി പരിക്കേറ്റു. ഉടൻ തന്നെ AVTF ഫിസ്കിനെ തിരികെ കോടതിക്കുള്ളിലേക്ക് മാറ്റി. പുറത്ത് വെടിവെപ്പ് രൂക്ഷമായി. മാറ്റ്, ജെസ്സിക്ക, കാരൻ, ഗവർണർ എന്നിവർ കോടതിക്കുള്ളിൽ തന്നെ ഒരു മുറിയിൽ അഭയം തേടി. ഒപ്പം ക്രിസ്റ്റൻ മക്ഡഫിയും. ഇനി എന്ത് എന്നങ്ങനെ നിൽക്കെ പെട്ടെന്ന് TV-യിൽ ഫിസ്കിൻ്റെ ലൈവ് റിപ്പോർട്ട്. താൻ ആക്രമിക്കപ്പെട്ടുവെന്നും നഗരം ഭീഷണിയിലാണെന്നും എന്തിനേയും നേരിടാൻ തയ്യാറാവുക എന്ന് പറഞ്ഞയാൾ ജനങ്ങളുടെ സഹായം തേടി. അതൊരു യുദ്ധത്തിൻ്റെ ആഹ്വാനമായിരുന്നു. എന്നാൽ ഇത് ജനങ്ങളുടെ മനസ്സിലേക്ക് പതിയും മുന്നേ തന്നെ പ്രതിരോധിക്കാൻ BB തൻ്റെ ചാനലിലൂടെ രംഗത്തെത്തി. AVTF ജനങ്ങളെ ദ്രോഹിക്കുന്നതിൻ്റെ വീഡിയോ അവൾ പുറത്തുവിട്ടു. അവൾ തൻ്റെ മുഖംമൂടി അഴിച്ചുമാറ്റി സ്വയം റിവീൽ ചെയ്ത് ജനങ്ങളോട് പൊരുതാൻ ആഹ്വാനം ചെയ്തു. ആയിരക്കണക്കിന് റബൽസും ഡെയർഡെവിൾ അനുകൂലികളും കോടതിയിലേക്ക് മാർച്ച് ചെയ്യാൻ തുടങ്ങി. നഗരം ഇപ്പോൾ ഒരു അഗ്നിപർവ്വതം പോലെ തിളച്ചു മറിയുകയാണ്. ഒരു വശത്ത് മേയർ ഫിസ്കിൻ്റെ ക്രൂരമായ ഭരണകൂടവും മറുവശത്ത് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന ജനക്കൂട്ടവും. കോടതിക്ക് പുറത്ത് AVTF സൈന്യം തോക്കുകളുമായി നിരന്നു നിൽക്കുന്നു.
അവർക്ക് അഭിമുഖമായി നൂറുകണക്കിന് സാധാരണക്കാർ ഡെയർഡെവിളിൻ്റെ മുഖംമൂടി അണിഞ്ഞും മറ്റും അങ്ങനെ നിൽക്കുകയാണ്. ആൾക്കൂട്ടത്തിന് മുന്നിലായി ചെറി, ബ്രെഡ് മഹോണി, ഏഞ്ചല, കിം എന്നിവരടങ്ങുന്ന സംഘവുമുണ്ട്. ഫിസ്ക് തൻ്റെ സൈന്യത്തോട് അത്യന്തം ക്രൂരമായ ഒരു ഉത്തരം നൽകി. എന്ത് സംഭവിച്ചാലും ശരി, മാറ്റ് മർഡോക്കും കാരൻ പേജും ഈ കെട്ടിടത്തിന് പുറത്ത് ജീവനോടെ പോകരുത്. തൻ്റെ സൈന്യത്തിൽ ആരെങ്കിലും ഇത് ചെയ്യാൻ മഴിക്കുന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ തന്നെ രാജിച്ചു പോകാം എന്നും അയാൾ ആക്രോശിച്ചു. AVTF മാറ്റിനെ തിരിഞ്ഞു നീങ്ങി. അതേസമയം കോടതിക്കുള്ളിലെ ഒരു മുറിയിൽ ജെസിക്ക ജോൺസ് ഇത് സമയമാണ് എന്ന പോലെ ഡെയർഡെവിളിൻ്റെ സ്യൂട്ട് നൽകി. മാറ്റ് തൻ്റെ ഡെയർഡെവിൾ വേഷം ധരിച്ച് പൂർണ്ണസജ്ജനായി ഒപ്പം ജെസിക്കയും പോരാടാൻ തയ്യാറെടുക്കുന്നു. പുറത്ത് സംഘർഷം മുറുകയാണ്. ഓഫീസർ പവൽ ബ്രെഡ് മഹോണിയെ വെടിവയ്ക്കാൻ കോളിനോട് ഉത്തരവിട്ടു. പക്ഷേ കോൾ തൻ്റെ മനസാക്ഷിയെ തള്ളിക്കളയാൻ തയ്യാറായില്ല. ആഞ്ചലയും സോൾഡാഡും ഓഫീസേഴ്സിന് മുന്നിലേക്കെത്തി, ഹെക്ടർ ശരിക്കും ഒരു പോലീസുകാരനെ കൊന്നതായിരുന്നോ? സത്യം ഇപ്പോൾ വിളിച്ചു പറ. അദ്ദേഹത്തെ നിങ്ങളുടെ അധികാരവും വെച്ച് കൊന്നാണെന്ന് പറ എന്ന് പവലിനോട് പൊട്ടിത്തെറിച്ചു. ഇത് കൂടെ ഉണ്ടായിരുന്ന കോളിന് ഷോക്കായിരുന്നു. കാരണം അയാളോട് പറഞ്ഞിരുന്നത് ഈ ഹെക്ടർ ആയാല അങ്ങനെ ഒരു അക്രമം കാട്ടിയെന്നായിരുന്നു. ഇതിപ്പോൾ കേട്ട് ശരി തന്നെയാണോ എന്ന് ചോദിക്കവേ പവൽ മറുപടി പറയാതെ മഹോണിയെ വെടിവയ്ക്കാൻ ഓർഡർ ഇട്ടു. കോൾ പതറി നിൽക്കുന്നുണ്ട്. ഉടൻ പവൽ അതിനെ മുതിർന്നതും അയാൾ അവനെ തല്ലി വീഴ്ത്തി. തിരിച്ചറിവുണ്ടായ കോൾ ജനങ്ങൾക്ക് കോടതിയുടെ വാതിൽ തുറന്നു കൊടുത്തു. ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ ഉള്ളിലേക്ക് ഇരച്ചു കയറി. ഹെദർ ഇതിനിടയിൽ പരിക്കേറ്റ ബക്കിനെ പരിചരിക്കുകയായിരുന്നു. ഹോഗ്ബർഗ് അവളോട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടെങ്കിലും അവൾ വഴങ്ങിയില്ല. നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് അയാൾ അവളെ സ്പർശിക്കാൻ ശ്രമിച്ചപ്പോൾ ഹെദർ അയാളുടെ തൊണ്ടക്കുഴിക്ക് നോക്കി ഒരു ഇടി വെച്ചു കൊടുത്തു. കോടതിയുടെ ഇടനാഴികൾ ഇപ്പോൾ ഒരു യുദ്ധക്കളമായിരിക്കുന്നു. ഡെയർഡെവിളും ജെസിക്ക ജോൺസും AVTF ഉദ്യോഗസ്ഥരെ ഓരോരുത്തരായി നിലംപരിശാക്കി മുന്നേറി. ഇതിനിടയിൽ അറ്റോർണി ജനറൽ ഫിസ്കിനൊരു സന്ദേശം അയച്ചു. അത് ഷീല വന്നറിയിക്കുമ്പോൾ ഫിസ്ക് തൻ്റെ അധികാരം രാജിവെച്ച് രാജ്യം വിടുകയാണെങ്കിൽ അവനെതിരെ കേസെടുക്കില്ല എന്നായിരുന്നു ആ വാഗ്ദാനം. എന്നാൽ അഹങ്കാരിയായ ഫിസ്ക് അത് പുച്ഛിച്ചേർലി. ഞാൻ ന്യൂയോർക്ക് വിട്ടു പോകില്ലെന്ന് ഗർജിച്ചു. പ്രതിഷേധക്കാർ വാതിൽ മുട്ടാൻ തുടങ്ങിയപ്പോൾ ഫിസ്ക് തന്നെ പോയി വാതിൽ തുറന്നു. പിന്നീട് കണ്ടത് മനുഷ്യരൂപത്തിലുള്ള ഒരു മൃഗത്തിൻ്റെ വിളയാട്ടമായിരുന്നു. ഫിസ്ക് തൻ്റെ മുന്നിൽ കണ്ടവരെല്ലാം മൃഗീയമായി ആക്രമിച്ചു. അയാളുടെ വെളുത്ത സ്യൂട്ട് ജനങ്ങളുടെ രക്തത്തിൽ കുതിർന്ന് ചുവപ്പായി മാറി. ആർക്കും അവനെ തടയാൻ കഴിഞ്ഞില്ല. ഡെയർഡെവിളും ജെസിക്കയും പുതിയ വൈറ്റ് ടൈഗർ ആഞ്ചലയും ചേർന്ന് ഫിസ്കിൻ്റെ അടുത്തേക്ക് എത്താൻ ശ്രമിച്ചു. കാരൻ പേജ് പോലും ഒരു ഓഫീസറെ തല്ലിവീഴ്ത്തി പോരാട്ടത്തിൽ പങ്കുചേർന്നു. ജനക്കൂട്ടം ഒടുവിൽ ഫിസ്കിനെ വളഞ്ഞു. നിങ്ങൾക്കെല്ലാം തെറ്റിപ്പോയി. ഞാൻ ചെയ്തതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ പടിയുടെ മുകളിൽ നിന്ന് അലറി. പക്ഷേ ജനങ്ങളവനെ കള്ളൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. അവിടെ നിയന്ത്രണം വിട്ട് ഡെയർഡെവിളിനെ കേൾക്കാതെ ഓടിച്ചെന്ന് വളഞ്ഞിട്ട് മർദ്ദിക്കാൻ തുടങ്ങി. ഇതുകൊണ്ട് മർഡോക്ക് ജനക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി മുഖം മൂടിയും അഴിച്ചു മാറ്റി ഫിസ്കിൻ്റെ അടുത്തേക്ക് എത്തി. ആളുകൾ ഫിസ്കിനെ കൊലപ്പെടുത്തുമെന്ന് കണ്ടപ്പോൾ മാറ്റ് ഇടപെട്ടു. അവൻ ഫിസ്കിനോട് എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞു. ഒന്നുകിൽ നിനക്ക് ജയിലിൽ കിടന്ന് ഓർമ്മകളുമായി മരിക്കാം, അല്ലെങ്കിൽ ഈ നഗരത്തിന് സമ്മാനം നൽകാം. നഗരത്തിനു വേണ്ടി ഈ പറഞ്ഞ ഡീൽ അംഗീകരിക്കൂ എന്ന് നിൽക്കെ ഒടുവിൽ ആ ഒരു വലിയ നിമിഷങ്ങൾക്ക് ഒരു സമാധാനമെന്ന പോലെ താൻ തോറ്റുവെന്ന് മനസ്സിലാക്കിയ കിങ് പിൻ പരാജയം സമ്മതിച്ചു. യുദ്ധം അവസാനിച്ചു. നഗരത്തിൽ പുതിയൊരു പുലരി ഉദിച്ചു. മാറ്റ് മർഡോക്കും കാരനും പഴയ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തിരിച്ചെത്തി. തങ്ങളിനെ വേട്ടയാടപ്പെടില്ലെന്ന വിശ്വാസത്തിൽ അവർ സന്തോഷിച്ചിരിക്കവേ പക്ഷേ പെട്ടെന്ന് പോലീസിന് വണ്ടികൾ അവിടേക്ക് എത്തി. അവർ വന്നത് മാറ്റിനെ അറസ്റ്റ് ചെയ്യാനാണ്. അവനിത് പ്രതീക്ഷിച്ചതായിരുന്നു. ഡെയർഡെവിളായി നിയമം കയ്യിലെടുത്തതിന് മാറ്റ് നിയമത്തിന് മുന്നിൽ കീഴടങ്ങി. അവൻ ശാന്തനായി അവരോടൊപ്പം പോയി. കഥ ഇവിടെ അവസാനിച്ചിട്ടില്ല. ജെസിക്ക ജോൺസ് മകൾ ഡാനിയലിക്കൊപ്പം ഇരിക്കുമ്പോൾ വാതിൽ ഒരു മുട്ട് കേട്ടു. അത് മറ്റാരുമല്ല, ലൂക്ക് കേജ് ആയിരുന്നു. തൻ്റെ ജോലി അവസാനിച്ചതുകൊണ്ട് തിരിച്ചു വന്നിരിക്കുകയാണെന്ന് ലൂക്ക് പറഞ്ഞു. തനിക്ക് പകരം വേറെ ആളെ അവർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് മറ്റാരുമല്ല, ബുൾസൈയാണ്. മിസ്റ്റർ ചാൾസിനൊപ്പം ബുൾസൈ വിമാനത്തിൽ നിന്ന് പുതിയൊരു കൊട്ടേഷനുമായി പോകുമ്പോൾ ജെസിക്ക ജോൺസിൻ്റെ അലിയാസ് ഇൻവെസ്റ്റിഗേഷൻസ് ഫാൻസിൻ്റെ ഒരു മധുര കാഴ്ചയാണ്. ബിബിക്ക് ന്യൂയോർക്ക് ബുള്ളറ്റിനിൽ ജോലി ലഭിച്ചു. അവളുടെ അങ്കിൾ ബെനിയൂറിക്കിൻ്റെ പഴയ പത്രക്കട്ടിങ്ങുകൾ അവളുടെ ബോസ് അവൾക്ക് സമ്മാനമായി നൽകി. ഹെദർ മ്യൂസിൻ്റെ ആ മുഖംമൂടി കയ്യിലെടുത്ത് ഉള്ളിൽ പുകയുന്നൊരു സന്ദർഭമാണ് പിന്നെ നമ്മൾ കാണുന്നത്. അങ്ങനെ നിൽക്കെ പെട്ടെന്ന് തന്നെ ആ മുഖംമൂടി ധരിച്ച് കണ്ണാടിയിൽ നോക്കിച്ചിരിക്കുന്ന അവളുടെ മുഖത്തിപ്പോൾ ഒരു വില്ലത്തിയുടെ ഭാവമാണ്. ബക്ക് തീർച്ചയായും ആ പരിക്കിനെ അതിജീവിച്ചിരിക്കും. ഫിസ്കിൻ്റെ പാനത്തോടെ ഇനി മുമ്പ് ഗവർണർ പറഞ്ഞ പോലെ അടുത്ത ചാൻസ് ഷീലയ്ക്കാണ്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിലൂടെ അവരെ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു സംഭവത്തോടെ ഇപ്പോൾ പീറ്റർ പാർക്കർക്ക് മനസ്സിലായി കാണും ഒരു കാര്യം. തൻ്റെ ഫ്ലാറ്റിലിരിക്കെ എങ്ങനെ ഒരു ലോയർ കൃത്യമായി അവിടേക്ക് പാഞ്ഞു വന്ന ചുടുകട്ട വേഗത്തിൽ പിടിച്ചെടുത്തു എന്നത്. എന്നാൽ മർഡോക്കിന് പീറ്റർ പാർക്കർ ആരാണെന്ന് അറിയാത്തൊരു സന്ദർഭം കൂടിയാണല്ലോ ഇത്. ബിക്കോസ് ഓഫ് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ആ സ്പെൽ. നീതിക്ക് വേണ്ടി വസ്ത്രമണിഞ്ഞ മാറ്റ് മർഡോക്ക് ഇപ്പോൾ ജയിൽ വസ്ത്രത്തിലാണ്. അവൻ തൻ്റെ സെല്ലിലേക്ക് നടക്കുമ്പോൾ അവിടെ പഴയ AVTF ഓഫീസർമാരായ കോൾ നോർത്തും പൗലും അടങ്ങുന്ന ഒരു സംഘം തന്നെയുണ്ട്.
കോൾ അവനെ നോക്കി സൗഹൃദപരമെന്ന് തലയാട്ടി. എന്നാൽ ജയിലിൽ എന്തായാലും മർഡക്കിനെതിരെ അക്രമശ്രമം പവലൻഡി ടീമിൻ്റെ ഭാഗത്ത് നിന്ന് അടുത്ത സീസണിലേക്ക് പ്രതീക്ഷിക്കാം. കൂടെ നടന്ന കിങ്കരന്മാരൊക്കെയും ജയിലിലാകുമ്പോൾ ഫിസ്ക് എവിടെയാണ്? അയാൾ ആ ഒരു ഓഫർ ഏറ്റുവാങ്ങി ജയിലിലാകാതെ ഒരു കടപ്പുറത്തായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സാമ്രാജ്യം നഷ്ടപ്പെട്ട് ശിഷ്ടകാലം പോലീസിൽ നിന്ന് മറിഞ്ഞു നടക്കുക എന്നതിലുപരി മനസ്സിലെ ആ ഒരു നീറ്റൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. വനേസയുടെ മരണത്തിന് പിന്നാലെ ഇങ്ങനൊരു സംഭവം കൂടി നടന്നത് മുറിവിൽ ഉപ്പ് വയ്ക്കുന്ന പോലെയാണ്. വീറോടെ ഫിസ്ക് അങ്ങനെ നിൽക്കുമ്പോൾ ജയിലിലിരിക്കുന്ന മാറ്റും കോമിക് ആക്രേറ്റ് പോലെ ജയിലിലിരിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ വാതിലുകൾ അടയുകയാണ്. ആ തടങ്കലിൻ്റെയും സീസൺ 2-ൻ്റെയും. ഇനി സീസൺ 3-ൽ കാണാം. ഡെയർഡെവിൾ ബോൺ അഗൈൻ സീസൺ 2 എന്നത് കലർപ്പില്ലാത്ത അത്യന്തം ആവശ്യം നിറഞ്ഞ ഒരു അരാജകത്വമാണ്. അങ്ങിങ്ങായി ലാഗുകൾ ഫീൽ ചെയ്തെങ്കിലും നല്ല റോ ആയതും ആകർഷകമായതും കരുത്തുറ്റതുമായ സീസണുകൾ ഒന്ന് തന്നെയാണിത്. നല്ല ആക്ഷനുകളും പെർഫോമൻസ് നമുക്ക് മുന്നിൽ സമ്മാനിച്ചുകൊണ്ട് തന്നെയാണ് ബോൺ അഗൈൻ സീസൺ 2 വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഡെയർഡെവിളിനോട് നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ പറയുമ്പോൾ ചെങ്ങന്മാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ സീസൺ? നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കണ്ട. അപ്പോൾ പുതിയ ഐറ്റവുമായി വീണ്ടും ശ്രദ്ധിக்கலாம். വണക്കം.